Hi friends, welcome back to Jaya recipes. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കറിയാണ്. കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള വെള്ളരിക്കയാണ്. വളരെ ചെറിയൊരു വെള്ളരിക്കയാണ്. ഞാനിപ്പോൾ ഇത് വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതൊരു 250 ഗ്രാം ഉണ്ട് ഇത്. അപ്പോൾ ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടിയും ചേർക്കണം കേട്ടോ. പച്ചമുളക് ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, ലേശം വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പിനേക്കാൾ കുറവായിട്ടാണ് നാളികേരം എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നിറച്ചില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുകൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/2 ലിറ്റർ മോരാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മോരില്ലെങ്കിൽ നല്ല കട്ടത്തൈര് എടുക്കുക. ഒരു 2 കപ്പ് കട്ടത്തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് അടിച്ചിട്ട് പത വരുന്ന വരെ അടിക്കുക കേട്ടോ. പത വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്ന് പിരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് പത വരുന്ന വരെ മിക്സിയിൽ നന്നായിട്ട് അടിക്കണം എന്ന് പറയണത്. അപ്പോൾ നമുക്ക് അത് മോരായിട്ട് എടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരിൽ നിന്ന് വെണ്ണ എടുത്തതിൻ്റെ ശേഷം കിട്ടുന്നതിനാണ് മോരെന്ന് പറയുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതുപോലത്തെ മോരാണ്. പക്ഷേ എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ കട്ടത്തൈര് മിക്സിയിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്താൽ മതി. ഇനി ഈ അരപ്പ് ഇതിലൊന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതാ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണം വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണ് കറിയിലെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒന്ന് വറ്റിക്കാം തൈര് ചേർക്കുന്നതിൻ്റെ മുന്നേ. ഈ അരപ്പും അതുപോലെ തന്നെ മോരും കൂടി മിക്സ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ, അതായത് ഇതിൻ്റെ മീതിങ്ങനെ ആവി വരുമ്പോൾ ആ സമയത്ത് ഇത് ഓഫ് ചെയ്യണം. അല്ലാതെ തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുന്നതിൻ്റെ മുന്നേ ഓഫ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മീതിങ്ങനെ ആവി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക. പിന്നെ എനിക്കിപ്പോൾ ഇതിൽ വെള്ളം വളരെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെങ്കിൽ പിന്നെ കഷ്ണത്തിലധികം വെള്ളം ഇല്ലാതെ വേവിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കട്ടി വരും. ഇതിൽ ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമ്മൾ കാച്ചിയ മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പച്ചക്കറിവേപ്പില അങ്ങനെ ഇടില്ലേ, ആ ഒരു നല്ല ടേസ്റ്റ്, നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഇതാ നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് വറുത്തിടാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കും ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക. പുളിയുള്ള സാധനത്തിൽ ഏതിലും നമ്മൾ ഉലുവ വറുത്തിടണം. പിന്നെ ഉണക്കമുളക് 2-3 എണ്ണം. പിന്നെ കറിവേപ്പില കരിഞ്ഞു പോകരുത് കേട്ടോ. അതിൻ്റെ ആ പച്ച കളറ് മാറാൻ പാടില്ല. ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടിയും ചേർക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് ആ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് കറിയിലോട്ട് ഒഴിക്കാം. കറിയിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് കറി ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് ചേർക്കണം. അപ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളരിക്ക പുളിശ്ശേരി റെഡിയായി. ഇപ്പോൾ നമ്മൾ സാധാരണ നോർമൽ പുളിശ്ശേരി പിന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കില്ലേ, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വറുത്തിട്ടിട്ട് ആ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇതിൽ നമ്മൾ വെള്ളരിക്കൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.